സന്നിധാനത്ത് നെയ്ത്തേങ്ങകൾ എത്തിച്ചും ഭക്തരെ ചൂഷണം ചെയ്തു. ശബരിമലയിൽ പോലീസ് വാഹനത്തിനായി ഇടനില നിന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. ജീപ്പിന്റെ താക്കോൽ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന ദൃശ്യങ്ങളും ന്യൂസ് മലയാളം പുറത്തുവിട്ടു. അമ്പലക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതാര് എന്നാണ് ഹോട്ട് ടിയാൻ ടോക്ക് ചോദിക്കുന്നത്. CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് JS അഖിൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അരുൺകുമാറിലേക്ക് പോയാൽ, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പുകളുടെ പരമ്പരയാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം അവതാരങ്ങളെ സൂക്ഷിക്കണം എന്ന് ആരാണ് ആദ്യം മുന്നറിയിപ്പ് നൽകിയത് എന്ന്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ മുഖ്യമന്ത്രിക്ക് തന്നെ ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പരിപാടി നടന്നിട്ട് ഒരു അവതാരം താക്കോൽ കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറ്റി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അവതാരങ്ങളെ ഈ സർക്കാർ സംവിധാനത്തിന് പുറത്താക്കുവാൻ കഴിയാതെ പോകുന്നത്? ആർക്കാണ് ഇവിടെ പാളിച്ച പറ്റിയിരിക്കുന്നത്? അരുൺകുമാർ. ഇവിടെ അവതാരമാണ് ഇദ്ദേഹം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പം ഈ അവസാനം 2-3 ദിവസമായിട്ടാണല്ലോ. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ശബരിമലയിലേക്ക് താൻ കൊടുത്ത താങ്ങുപീഠം അവിടെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത് കാണാനില്ല എന്ന പ്രസ്താവനയുമായിട്ട് ഇദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് ആദ്യം രംഗത്ത് വരുന്നത്. അത് ഹൈക്കോടതിയിൽ കൊടുത്ത രേഖകളിലടക്കം അദ്ദേഹത്തിൻ്റെ ഒരു ഇമെയിൽ ജഡ്ജിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി നേരെ ഉത്തരവിട്ടു ശബരിമലയുടെ സ്ട്രോങ് റൂമിൽ ഇത്തരത്തിലുള്ള താങ്ങുപീഠം ഇദ്ദേഹം പറഞ്ഞതുണ്ടോ എന്ന്. അത് പരിശോധിച്ച് അങ്ങനെ ഒരു താങ്ങുപീഠം അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് മോഷണം പോയിട്ടുണ്ടാകും, അത് തന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആ താങ്ങുപീഠം മനഃപൂർവ്വം കട്ടെടുത്തിട്ടുണ്ടാകും എന്ന രൂപത്തിൽ വരെ പ്രചരണം ശക്തമായി. ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി. അത് കണ്ടെത്തുന്നത് വരെ ഇദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ ഒരവതാരകനായിരുന്നില്ല, രക്ഷകൻ എന്ന രൂപത്തിൽ വലിയ സ്പോൺസറായി എല്ലാവരും വലിയ താരപരിവേഷം കൊണ്ടു നടന്നവരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു ഉണ്ട് എന്നും അവിടുന്ന് മോഷണം പോയതായിരിക്കും എന്ന് പറഞ്ഞ താങ്ങുപീഠം കിട്ടിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ അവതാരകൻ ആര്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ത് എന്നതിനെക്കുറിച്ചുള്ള പരിശോധന മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹവും നടത്തി വരുന്നത്. പക്ഷെ എന്നാൽ അതിന് മുൻപ് തന്നെ ഈ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 2019 ഇതുപോലെ തന്നെ ഇവിടെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകസർ പ്രകാരം വെള്ളി കൊണ്ടുപോയി എന്നും ആ വെള്ളി 39 ദിവസം കൈവശം വെച്ചു എന്നും അതിൽ ഏകദേശം 4.5 കിലോയോളം കുറവുണ്ട് എന്നും ആ 4.5 കിലോയോളം കുറവുള്ള വെള്ളിയാണ് അദ്ദേഹം ചെമ്പ് എനിക്ക് എൻ്റെ തെറ്റാണ്, ചെമ്പ് കൊണ്ടുപോയി എന്നും കൃത്യമായി അതിൽ 4.5 കിലോയോളം കുറവുണ്ട് എന്നത് കണക്ക് സഹിതം വച്ചത്. അതിനുശേഷം അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുക്കുമ്പോൾ ആ ചെമ്പിലുണ്ടായിട്ടുള്ള കുറവും കാര്യങ്ങളെല്ലാം 2-3 ദിവസമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പം ഇതിലൊരു പ്രശ്നം, അദ്ദേഹം മകസർ പ്രകാരം കൊണ്ടുപോയത് ചെമ്പാണ് എന്നും ആ ചെമ്പിലാണ് 4.5 കിലോ കുറവുള്ളത് എന്നുമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഡേറ്റാസ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി ഒരു ഉത്തരവിട്ട് ഹൈക്കോടതിയിലെ തന്നെ മറ്റൊരു സീനിയർ ജഡ്ജിയായി റിട്ടയർ ചെയ്ത ജസ്റ്റിസ് KT ശങ്കരനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുമതലപ്പെടുത്തിയത് ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടത്താനല്ല, മറിച്ച് ഹൈക്കോടതിയിൽ ഇപ്പോഴുള്ള സ്ട്രോങ് റൂമിലെ സ്വർണവും വെള്ളിയും മറ്റാഭരണങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും പരിശോധിച്ച് ഒരു ഇൻവെന്ററി തയ്യാറാക്കാനാണ്. ഞാൻ അതിലെ പ്രധാനപ്പെട്ട വാചകം ഒന്ന് വായിക്കാം. We therefore deem it appropriate to appoint Sri Justice KT Shankaran, former judge of this court, with a request that the learned judge engage a highly reputed and trustworthy jewel appraiser of proven expertise to conduct a thorough appraisal of all items in the strong room as well as those recorded in the Tiruvavaranam register and the items in which have been gold cladded എന്നതാണ്. അപ്പോൾ സ്വർണം പൂശിയതും സ്വർണം പതിപ്പിച്ചതുമായിട്ടുള്ളതും മറ്റ് ജുവൽസ് എല്ലാം ഇവിടെ തിരുവാഭരണം രജിസ്റ്റർ ഉള്ളതനുസരിച്ച് ഇതിൻ്റെ സ്ട്രോങ് റൂമിലുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻവെന്ററി തയ്യാറാക്കി അത് ഹൈക്കോടതിയെ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
അദ്ദേഹം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് കൃത്യമായി ഇവിടെ ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗമായി സ്വർണം പൂശാൻ കൊണ്ടുപോയത് അത് ചെമ്പാണോ അതോ സ്വർണം പൂശിയ സ്വർണമാണോ, സ്വർണം പൂശിയ ലോഹമാണോ, അതോ അതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത് തന്നെയാണ് അരുൺകുമാർ. അപ്പോഴും മനസ്സിലാകുന്നില്ല, ഈ തെറ്റായ വിവരം കോടതിയെ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു അവതാരമായി എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത്. മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഈ ശബരിമലയിൽ ആരൊക്കെയാണ് കയറി ഇറങ്ങുന്നത് എന്ന് പോയി നോക്കുന്നില്ലല്ലോ. പക്ഷേ 2019 മുതൽ ഇദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ നമ്മുടെ മുന്നിൽ ആ ടൈം പീരീഡേ ഉള്ളൂ. 2019 ഈ തരത്തിൽ സ്വർണ്ണ വാതിൽ, അതായത് ഈ ശ്രീകോവിലിന് മുന്നിലുള്ള വാതിൽ ഇദ്ദേഹം പണിയാമെന്ന് പറയുന്നു. അത് വിജയ് മല്യ പണിത വാതിൽ മാറ്റിവെക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ഇദ്ദേഹം ഇത് കൊണ്ടുപോയി പണിയിക്കുന്നു. ഇദ്ദേഹം ഇത് നാടായ നാട് മുഴുവൻ കൊണ്ട് ചുറ്റി നടന്ന് പൂജ നടത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ദ്വാരപാലക ഈ ചെമ്പുപാളിയാകട്ടെ സ്വർണ്ണപാളിയാകട്ടെ അതിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരു തട്ടിപ്പുകളുടെ പരമ്പര തന്നെ നടക്കുകയാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം ഇദ്ദേഹം അവിടെ കൊടുത്ത ഒരു വാചകത്തിൽ നിന്ന്, ഇമെയിലിൽ നിന്ന് ഒക്കെയാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഒരു അവതാരമാണ് എന്ന് പറഞ്ഞാൽ അത് ആർക്ക് ദഹിക്കും അരുൺകുമാർ? ഇപ്പൊ ദഹിച്ചല്ലേ പറ്റൂ. ശബരിമല പോലുള്ള ഒരു മഹത്തായ സ്ഥാപനത്തിലേക്ക് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വളരെ ബഹുമാനത്തോടെ കാണുന്ന ആ ആരാധനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർ എന്ന രൂപത്തിൽ പലരും കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം 1999 വിജയ് മല്യ തന്നെയാണ് അതിൻ്റെ ശ്രീകോവിലും പരിസരവും എല്ലാം കൃത്യമായി സ്വർണം പൂശി തന്നത്. അത്തരത്തിൽ വരുന്ന സ്പോൺസർമാർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭഗവാന് അല്ലെങ്കിൽ അയ്യപ്പന് സമർപ്പിക്കാൻ വരുന്നതാണ് എന്നതാണല്ലോ ദേവസ്വം ബോർഡ് അതിൽ നിന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ വലിയ കച്ചവടം നടത്താനോ ആളുകളിൽ നിന്ന് പണപ്പിരിവ് നടത്താനോ ആണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് ആ സമയത്ത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഒരു വീഴ്ചയായിരിക്കാം. പക്ഷെ ആ വീഴ്ച കണ്ടെത്തണം. കാരണം ഒരിക്കലും ദ്വാരപാലകന്മാരുടെ പാളി തന്നെ വീണ്ടും ചെയ്യാം, ഇതാ മങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ദേവസ്വം ബോർഡിനെ സമീപിച്ചു. അപ്പോൾ ദേവസ്വം ബോർഡ് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം തന്നെ ഒരു ചെറിയ സംശയമുണ്ട്, ചെറുതോ വലുതോ അറിയില്ല, സംശയമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. പിന്നെയും എന്തിനാണ് ഇദ്ദേഹത്തെ അവിടെ ഇങ്ങനെ വച്ചു വാഴിച്ചത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് താക്കോൽ കൈമാറുന്നത് ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. PS പ്രശാന്ത് വന്നതിന് ശേഷമാണ് ആ നടപടി നടന്നിരിക്കുന്നത്, ആ ചടങ്ങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു വിഷയം, നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇത്ര വർഷം വാറണ്ടി ഉണ്ടെന്ന് ഉറപ്പ്, അതിൻ്റെ രേഖയും ഉണ്ടെങ്കിൽ ആ വാറണ്ടി പീരീഡിനുള്ളിൽ ആ സാധനത്തിന് എന്തെങ്കിലും നാശനഷ്ടം വന്നാൽ ആ വാറണ്ടി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെയിം സ്ഥാപനത്തിൽ തന്നെയാണല്ലേ പോകുക. ആ വാറണ്ടി കാർഡ് കൊണ്ട് മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോയാൽ നമുക്ക് ഗുണം കിട്ടുമോ? 2019 40 വർഷത്തെ വാറണ്ടിയോടുകൂടി ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശി എന്നാണല്ലോ ഇപ്പോൾ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് മങ്ങൽ വരികയും അത് ശരിക്കും എങ്ങനെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ പർപ്പസ് സെർവ് കഴിയാതെ വരുമ്പോൾ തന്ത്രി തന്നെ ഒരു ഉത്തരവിടുന്നു. പ്രത്യേകിച്ച് നാണയവും അതുപോലെ തന്നെ മറ്റു തുട്ടുകളുമെല്ലാം ജനങ്ങൾ കൃത്യമായി ഇങ്ങോട്ട് എറിയുന്നു. അതുപോലെ തന്നെ നെയ്യ് അഭിഷേകം കഴിഞ്ഞ് കൊണ്ടുവരുന്ന മറ്റു വലിയ പാത്രങ്ങളെല്ലാം മുട്ടിയും ഉരസിയും അതിൽ കേടുപാടുകൾ സംഭവിക്കുന്നു, അതിൻ്റെ കളർ മങ്ങുന്നു. അപ്പം 40 കൊല്ലം ഗ്യാരണ്ടിയുള്ള ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 കൊല്ലം കഴിയുമ്പോഴേക്കും 4 കൊല്ലം കഴിയുമ്പോഴേക്കും ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാകുമ്പോൾ അത് സ്പോൺസർ ചെയ്ത വ്യക്തി തന്നെ സ്പോൺസർ അത് ചെയ്യിപ്പിച്ച സ്ഥാപനത്തിൽ നിന്ന് മാറ്റി കൊണ്ടുവരാം, അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പരിഹരിച്ചു തരാം, സ്വർണത്തിന്റെ കുറവുണ്ടെങ്കിൽ ഞാൻ തന്നെ ആ സ്വർണം കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ബോണഫൈഡ് സ്പോൺസർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ വിശ്വസിച്ചത് ദേവസ്വം ബോർഡ് വിശ്വസിച്ചു പോയി. അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇതിപ്പോ പരിശോധിക്കുന്നുണ്ടല്ലോ, വിജിലൻസ് എല്ലാം പരിശോധിക്കുന്നുണ്ട്. നമ്മൾ പലരും കൊണ്ടുപോയി എവിടെയൊക്കെ എത്തിച്ചു, എവിടെയൊക്കെ പൂജ നടത്തി എന്ന് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ ഒരു സംശയം തോന്നിയിട്ടും ഇദ്ദേഹത്തെ തന്നെ കാര്യങ്ങളിൽ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നു. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഞാൻ അതാണ് ചോദിച്ചത്, ഏറ്റവും ഒടുവിൽ ഈ വാഹനം നൽകുന്നതിന് ഇദ്ദേഹം മധ്യസ്ഥത വഹിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് താക്കോൽ കൈമാറിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഇത്തരം മനുഷ്യർക്ക് സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വിശ്വാസ്യത എത്രമാത്രമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ അരുൺകുമാർ.
ഇവിടെ ഏറ്റവും അവസാനം ഈ കേസ് പരിഗണിച്ച സെപ്റ്റംബർ മാസം 29-ന് 2 ദിവസം മുമ്പാണ് ഇത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്, അതായത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ താങ്ങുപീഠം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത് അത് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുവരെ എല്ലാവരുടെയും പുസ്തകത്തിലെ ക്ലീൻ ഇമേജ് ആയിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഏതോ സമയത്ത് സംശയം തോന്നി എന്നൊക്കെ, അതിൻ്റെതായിട്ടുള്ള ഒരു തെളിവ് എൻ്റെ മുന്നിലില്ല. ഞാൻ സൂചിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതാണ് സത്യം എന്ന വ്യാജേന ഈ കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും സോഷ്യൽ മീഡിയയും എല്ലാം ഈ താങ്ങുപീഠം താൻ നന്നാക്കി സ്വർണം പൂശി കൊണ്ടുപോയി കൊടുത്തത് സ്ട്രോങ് റൂമിൽ ഇല്ല എന്നും ആരോ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നും അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും തന്ത്രി അടക്കമുള്ളവരാണെന്നും അതിൽ ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ടെന്നും ഇവരെല്ലാം കള്ളന്മാരാണ് എന്ന രൂപത്തിൽ വ്യാപകമായ പ്രചരണം നടക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടെത്തുന്നത്. അത് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴുമുള്ള ചർച്ച എന്താകുമായിരുന്നു? ആഴ്ചകൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഇത് ഗവൺമെന്റും ദേവസ്വം ബോർഡും തന്ത്രിയും അടക്കം അടിച്ചുമാറ്റി വലിയ അളവിലുള്ള സ്വർണം അടിച്ചുമാറ്റി എന്നുള്ള ആരോപണം പൊതുസമൂഹത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചൊരു വ്യക്തത വന്നത് അവസാനത്തെ ഒരാഴ്ചയായപ്പോഴാണ്. അതിനു മുമ്പ് സംശയം ഉണ്ടായിരുന്നോ ഇല്ലയോ? എന്റെ മുന്നിൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവതാരങ്ങളെ കണ്ടെത്തണം, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങളാണ്, ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടിയാണ്. 2020 അദ്ദേഹം സമീപിച്ചു, അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം. അഡ്വക്കേറ്റ് ജെഎസ് അഖിൽ, ഏതായാലും ഇപ്പോൾ അരുൺകുമാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആ താങ്ങുപീഠത്തിന് ഒരു സല്യൂട്ട് കൊടുക്കണം എന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു ദുരൂഹ വ്യക്തിത്വത്തെ നമുക്ക് മുന്നിൽ, മലയാളികൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതിന് ആ താങ്ങുപീഠം അറിയാതെയാണെങ്കിലും കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അരുൺകുമാർ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ എവിടെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹം എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ ഉണ്ടായിരുന്നു, അദ്ദേഹം നല്ലൊരു സ്പോൺസർ ആയിരുന്നു എന്നൊക്കെയാണ് അരുൺകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് ആദ്യമേ ബോധ്യപ്പെടുന്നത്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തു കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുമായിട്ടും സംസ്ഥാന പോലീസ് മേധാവി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ഈ പറയുന്ന നാട്ടിലെ വിശിഷ്ട വ്യക്തികളുമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് ആഴത്തിലൊരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, 1999 വിജയമല്യയുടെ നേതൃത്വത്തിൽ അവിടെ സ്വർണം പൂശി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ തെളിഞ്ഞതാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉള്ള നഗ്നമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഈ പറയുന്ന 2019 സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഈ പറയുന്നത് പോലെ സ്വർണം പൂശാനായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇതേ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ദേവസ്വം ബോർഡ് പ്രിന്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഡോക്യുമെന്റിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് ചെമ്പ് തളികയാണെന്ന് പറയുന്നുണ്ട്, ചെമ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1999 സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണവുമായി ബന്ധപ്പെടുത്തി അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനത്തിലെ ഈ ദേവസ്വം ബോർഡിൻ്റെ രേഖ പ്രകാരം അവിടെ ചെമ്പ് പൂശിയ സാധനം ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ചെമ്പ് പൂശിയ ചെമ്പില്ലാത്ത സ്വർണം പൂശിയ സാധനം അവിടെ ഇല്ല എന്ന് പറയപ്പെടുമ്പോൾ ഇവിടെ സ്മാർട്ട് ക്രിയേഷൻ്റെ ഔദ്യോഗികമായി തന്നെ അവരുടെ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു തവണ ഈ സ്വർണം പൂശിയ സാധനം വീണ്ടും സ്വർണം പൂശാനായി ഞങ്ങൾ എടുക്കാറില്ല. അവർ ഔദ്യോഗികമായി തന്നെ അവരുടെ ആളുകൾ തന്നെ വ്യക്തമായി മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിലപാടായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു തവണയെങ്കിലും സ്വർണം പൂശിയിട്ടുള്ള ഈ പീഠങ്ങൾ ഞങ്ങൾ വീണ്ടും സ്വർണം പൂശാനായി എടുക്കാറില്ല, അത് ഞങ്ങളുടെ പോളിസിയാണ്, കമ്പനി പോളിസിയാണെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ പറയപ്പെടുന്നു, അത് സമ്മതിക്കുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന നിലപാട് നമ്മൾ ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ സ്വർണം എങ്ങനെ ചെമ്പായി മാറി എന്നുള്ളതല്ലേ സംശയം? ഞാൻ ചോദിക്കുന്നത് അതെ, 1999 സ്വർണം പൂശിയത് 2019 ആകുമ്പോൾ എങ്ങനെ അത് വെറും ചെമ്പ് മാത്രമായി മാറി? അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? പിന്നെ ഈ ദേവസ്വം ബോർഡ്, ഇന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് കേട്ട് ഇത് ജീവനക്കാർക്ക് എവിടെയൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന്. എന്താണ് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഉത്തരവാദിത്തം? ദേവസ്വം ബോർഡ് എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനം വളരെ വ്യക്തമായി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് ദേവസ്വം ബോർഡ് ജീവനക്കാർക്കുള്ളത്. ഈ ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് നമ്മളൊന്ന് പരിശോധിക്കും.
പരിശോധിക്കൂ. നിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അത് വളരെ വ്യക്തമായി അത് കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ചെമ്പ് പീഠമാണ് എന്ന് ദേവസ്വം ബോർഡിന്റെ രേഖയിൽ തന്നെ വരുത്തി തീർത്ത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ആ ക്രൈമിൽ ഉത്തരവാദിത്വം ഉള്ളത്. ആ ക്രൈമിൽ ഉത്തരവാദിത്തമുള്ളത് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്, ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉത്തരവാദിത്തമുണ്ട്. സംശയമുണ്ടോ അക്കാര്യത്തിൽ? എങ്ങനെയാണ് ആ റെക്കോർഡ് ദേവസ്വം ബോർഡിന്റെ ഈ ലിഖിതമായിട്ടുള്ള റെക്കോർഡിനകത്ത് അത് ചെമ്പാണെന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാനായിട്ട് അതിനകത്ത് വൻപന്മാരുടെ ഇടപെടൽ ദേവസ്വം ബോർഡിനകത്ത് ഉണ്ടായിട്ടുണ്ട്, ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ പൊതുസമൂഹം എന്നുള്ള നിലയ്ക്കും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കും ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സംശയവുമില്ല. അടുത്തൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കാം. വിജയ് മല്യയുടെ കാലത്ത് സ്വർണം പൂശിയ ഒരു ദ്വാരപാലക ശില്പത്തിൽ ഇപ്പോൾ 2019 ആകുമ്പോൾ സ്വർണമല്ല ചെമ്പാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ ദേവസ്വം ബോർഡ് തന്നെ രേഖാമൂലം പറയുമ്പോൾ അതിനകത്ത് നിങ്ങളടക്കം പ്രതിപക്ഷമടക്കം ഇപ്പോൾ ഉത്തരവാദികളാകും. കോൺഗ്രസ് സർക്കാരുകളും ഭരിച്ചിട്ടുണ്ടല്ലോ ഇതിനിടയ്ക്ക്. അപ്പോൾ അവരെ കൂടി സംശയമുനയിൽ നിർത്തുന്നുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഈ പറയുന്ന ആരോപണം ഉൾക്കൊള്ളുന്ന ഏത് കാലഘട്ടത്തിൽ എന്ത് വേണമെങ്കിലും വിശദമായി സംസാരിക്കാം, പരിശോധിക്കാം, ഒരു സംശയവും വേണ്ട. ഇത് ഏത് രീതിയിലുള്ള അന്വേഷണവും പരിശോധിക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 1999 ചെന്നൈയിൽ നിന്നുള്ള പൈനാപ്പിൾ JNR ജൂവലറി എന്ന് പറയുന്ന ജൂവലറിയുടെ നേതൃത്വത്തിലാണ് അന്ന് ശബരിമലയുടെ സന്നിധാനത്ത് നേരിട്ടാണ് വിജയ് മല്യയ്ക്ക് വേണ്ടി ഈ പറയുന്ന സ്വർണം മൂശൽ ഒരു കർത്തവ്യം അവിടെ നടന്നത്. അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട്. അന്നത്തെ പ്രമുഖ വാർത്താ മാധ്യമങ്ങളെല്ലാം ഈ പറയുന്ന ജൂവലറിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനുശേഷം 2000 മുതലുള്ള വിഷ്വൽസ് മിക്ക മാധ്യമങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ 2000 മുതൽ അവിടെ സ്വർണം പൂശിയ ഇതേ പീഠങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല. അതവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ പറയുന്നത് ഇത് ചെമ്പ് മാത്രമായി മാറി? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് അവർ റിട്ടയർഡ് ജഡ്ജിയാണ് ദേവസ്വം ബോർഡ് കമ്മീഷണറായി അവിടെ ഉള്ളത്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തൊരു മൊഴിയുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും ഒരു റീകൺസ്ട്രക്ട് ചെയ്ത് ഇതൊന്ന് അന്വേഷിക്കണമെന്നുള്ള നിലയിലേക്ക് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും അന്വേഷണം സ്വമേധയാ അന്വേഷിക്കാൻ ആദ്യം തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഈ തൂക്കത്തിലുള്ള വ്യത്യാസം ആദ്യം കാണുന്നത്. ആ തൂക്കത്തിലുള്ള വ്യത്യാസം വന്ന ഉടനെ തന്നെ ഇതൊരു സംശയത്തിന്റെ നിലയിലേക്ക് പോവാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ദേവസ്വം ബോർഡ് എന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഈ പീഠം നൽകിവിട്ടത്? 39 ദിവസം നീണ്ട യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം ഈ സ്മാർട്ട് ക്രിയേഷനിൽ എത്താൻ വേണ്ടി 39 ദിവസം എടുത്തു. എങ്ങനെയാണ് ഇത്രയും ഒരു വിലപിടിപ്പുള്ള, ഇത്രയും ഭക്തജനങ്ങൾക്ക് ബന്ധമുള്ള, ഭക്തജനങ്ങൾ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ ഒരു മഹനീയമായ ഒരു വസ്തു 39 ദിവസം എന്തടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇപ്പൊ പറയുന്ന ഈ വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ടത്? അത്തരത്തിൽ കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് അധികാരം ഉണ്ടെങ്കിൽ തന്നെ ഈ പീഠം, പാളി, സ്വർണ്ണവാതിൽ ഇതൊക്കെ തന്നെ പലയിടങ്ങളിലും എത്തിച്ച് പൂജ നടത്തിയിട്ടുണ്ട്, പലരെയും ഇങ്ങനെ വെട്ടിലാക്കിയിട്ടുണ്ട്, അതിനകത്ത് താരങ്ങളും വ്യവസായികളും ഒക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. ഏതായാലും ഇതിനകത്ത് എങ്ങനെ സ്വർണം ചെമ്പായി മാറി എന്നുള്ള ചോദ്യം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അരുൺകുമാർ. അതിനകത്ത് ദ്വാരപാലക ശില്പങ്ങളിൽ വിജയ് മല്യയുടെ ആ സമയത്ത് പൊതിഞ്ഞത് സ്വർണം തന്നെയെന്ന് ഇന്ന് മുൻ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഞങ്ങളോട് ന്യൂസ് മലയാളത്തോട് ഏതായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ്, എങ്ങനെയാണ് ആ സ്വർണം ചെമ്പായി മാറിയതെന്ന്. ശ്രീ അരുൺകുമാർ, ഇതില് കൃത്യമായി പരിശോധന നടക്കാൻ ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ ഒരു സീനിയർ ജഡ്ജി ഉണ്ട്. ദേവസ്വം കമ്മീഷണർ കൃത്യമായിട്ട് വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ നമ്മൾ കാത്തിരിക്കുക. നമ്മൾ പല ചർച്ചകളിലും സൂചിപ്പിച്ചതുപോലെ ഗോൾഡ് ക്ലാഡഡ് ആൻഡ് ഗോൾഡ് പ്ലേറ്റഡ് എന്നതാണ്. ഒന്നെങ്കിൽ അത് പൂശകം, അല്ലെങ്കിൽ അതിൽ നേരിയ ആഭരണം അതിലേക്ക് പതിപ്പിക്കലാകാം. ഇപ്പോൾ 2019 കൊണ്ടുപോയത് ചെമ്പാണ് എന്ന് മഹസറിൽ രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ നോംസ്, നിയമാനുസൃതം ശാസ്ത്രവിധി അനുസരിച്ച് തന്നെയാണ് 2019 എല്ലാ മാനദണ്ഡവും പാലിച്ചാണ് കൊണ്ടുപോയതെന്നാണ് മഹസറിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഗോൾഡ് ക്ലാഡഡോ ഗോൾഡ് പ്ലേറ്റഡോ ആണെങ്കിൽ ഒരിക്കലും അത് മഹസറിൽ ചെമ്പ് എന്ന സാക്ഷികളുടെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്താൻ യാതൊരു സാധ്യതയില്ല. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണല്ലോ അന്ന് കൊണ്ടുപോയതുമെല്ലാം.
അതിനുശേഷം വ്യക്തിപരമായി അത് സൂക്ഷിക്കാൻ ഇദ്ദേഹത്തെ 39 ദിവസം കൈവശം വച്ചതിൽ മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഈ സ്ട്രോങ് റൂമിലുള്ള ഇപ്പോൾ സ്റ്റോക്കായിട്ടുള്ള ആർട്ടിക്കിൾ പരിശോധിച്ചാൽ അതിൽ സ്വർണം പൂശിയതോ സ്വർണം ക്ലാഡ് ചെയ്തതോ ആയിട്ടുള്ള ദേവപാല ശില്പത്തിന്റെ ബാക്കിയോ ബാലൻസോ അല്ലെങ്കിൽ ശില്പമോ അല്ലെങ്കിൽ മറ്റ് ആർട്ടിക്കിളുകളോ ഇപ്പോൾ ഹൈക്കോടതിയുടെ ജഡ്ജ് പരിശോധിക്കുമ്പോൾ അതിന്റെ ഇൻവെന്ററി തയ്യാറാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകും. അത് വ്യക്തമാകുന്നത് വരെ നമ്മൾ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി അത് കാണാനില്ല എന്ന രൂപത്തിൽ പറയേണ്ടതില്ല. കാരണം 3-4 ദിവസം ഇവിടെ കാണാതെ പോയ താങ്ങുപീഠം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ ഇവിടെ 18ഓളം സ്ട്രോങ് റൂം ഉണ്ട്. ആ സ്ട്രോങ് റൂമിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട നയാ പൈസ പോലും നഷ്ടപ്പെടാത്ത സംവിധാനം ഇവിടെ ഉണ്ട്. ഇപ്പൊ ദൈനംദിന പൂജയ്ക്കായാലും സ്പെഷ്യൽ പൂജയ്ക്കായാലും ശബരിമലയ്ക്ക് കിട്ടുന്ന സംഭാവന ഇനത്തിലുള്ള ആർട്ടിക്കിളുകൾ ലോഹങ്ങളെല്ലാം ആണെങ്കിലും അത് പ്രത്യേകം RBIയിൽ സൂക്ഷിച്ച് 2 കോടി രൂപ പലിശ ഇനത്തിൽ തന്നെ വരുമാനമായി ശബരിമലയ്ക്ക് കിട്ടുന്ന ഒരു മഹാസ്ഥാപനമാണ് ശബരിമല. ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഒരു ചില്ലി നാണയം പോലും നഷ്ടപ്പെടാതെ ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. ആരെങ്കിലും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി നിയമപരമായി ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഏറ്റവും ഉയർന്ന ജഡ്ജി അന്വേഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അന്വേഷണമല്ല, കൃത്യമായി ഇൻവെന്ററി തയ്യാറാക്കുന്നു, പരിശോധിക്കുന്നു എന്തൊക്കെ സ്ട്രോങ് റൂമിലുണ്ട്. അതുപോലെ തന്നെ തിരുവാഭരണ രജിസ്റ്റർ നോക്കി ആ രജിസ്റ്ററിൽ ഉള്ളതെല്ലാം ഈ സ്ട്രോങ് റൂമിലുണ്ടോ. അതുപോലെ തീർച്ചയായും ആ പരിശോധന വളരെയധികം നല്ലത് തന്നെയാണ്. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോഴും അരുൺകുമാർ, ഇവിടെ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾക്ക് ഇങ്ങനെ യഥേഷ്ടം അവിടെ വിഹരിക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അദ്ദേഹം ആ ശബരിമല ക്ഷേത്രത്തെ മുൻനിർത്തി നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെ ഒരു പരമ്പരയാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴത്തെ ആചാര ലംഘനം നടത്തിയും പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. നെയ്യഭിഷേകത്തിന്റെ പേരിൽ ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങകൾ ഇങ്ങനെ മാസീവായി കളക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്ക് പ്രകാരം 2021 മുതൽ 23 വരെ സന്നിധാനത്ത് 10,000-ഓളം നെയ്ത്തേങ്ങകൾ എത്തിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് അവിടെ ഇങ്ങനെ യഥേഷ്ടം വിഹരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ അധികമായ ഒരു ശ്രദ്ധ വയ്ക്കേണ്ടതായിരുന്നില്ലേ? എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് കൂടി ശബരിമല ക്ഷേത്രം ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ക്ഷേത്രം എന്ന നിലയ്ക്ക് കൂടിയൊക്കെ സർക്കാർ ഒരു അധിക ശ്രദ്ധ അവിടെ വയ്ക്കേണ്ടത് തന്നെയായിരുന്നില്ലേ? അവിടെ ഒരു നോട്ടക്കുറവ്, ഒരു മേൽനോട്ടക്കുറവ് ശരിക്കും സംഭവിച്ചിട്ടില്ലേ അരുൺകുമാർ? ഇല്ല, അങ്ങനെയില്ല. മേൽനോട്ടക്കുറവൊന്നുമില്ല. അതിശക്തമായി ശ്രദ്ധിച്ചു തന്നെ പോകുന്നു എന്നതുകൊണ്ടാണ് ഒരു ഭക്തർക്ക് പോലും അവിടെ വരുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞത് 2019 മുതലുള്ള ഇടപാടുകൾ പരിശോധിക്കണമെന്നല്ലല്ലോ, 1999 മുതൽ അന്വേഷിക്കണം എന്നല്ലേ. അതിനിടയിൽ 2001 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും എല്ലാം UDF ഭരിച്ച കാലത്തുള്ള ദേവസ്വം ബോർഡും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കൃത്യമായ അന്വേഷണങ്ങൾ നടക്കട്ടെ. അതിന് മുൻപുള്ള വർഷത്തെയും പരിശോധനകൾ നടക്കട്ടെ. ഈ ശബരിമലയ്ക്ക് കിട്ടുന്ന സംഭാവനയും മറ്റു തരത്തിലുള്ള ആർട്ടിക്കിളും ഒന്നും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പലരും ഭക്തി ഇടനിലക്കാരായും ഭക്തി ബ്രോക്കർമാരായും വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ ശബരിമല സീസൺ വരുമ്പോൾ പല പ്രദേശങ്ങളിലും ഈ വരുന്ന ഭക്തന്മാരെ സഹായിക്കാനാണ്, അവർക്ക് അന്നദാനം കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് വലിയ രൂപത്തിൽ ബൾക്കായിട്ട് പണപ്പിരിവ് നടത്തുന്ന സാഹചര്യവും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗമായി നമ്മൾ കണ്ടുപോകുന്നു എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ഭക്തി ഇടനിലക്കാരില്ലാതെ, ഒരു തരത്തിലും സ്പോൺസർ ചെയ്യുന്നവരുടെ ഇടയിൽ ഇടനിലക്കാരില്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഒരുക്കണം. ഏതെങ്കിലും കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച വന്നിട്ടുണ്ടോ? ഈ മേൽനോട്ടം ഈ വർഷങ്ങളായിട്ട് ഇപ്പൊ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേൽനോട്ടം വഹിക്കുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങളുടെ അനുവാദം വേണമെന്നതാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുവാനും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ ഉയർത്താൻ ഇത്തരം സാഹചര്യങ്ങൾ ഉതകുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതിന്റെ ഭാഗമായി നടക്കണം. അത് നടത്തും. അതിന് ഗവൺമെന്റും പോലീസും വിജിലൻസും എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ. ഇതിനകത്ത് അന്വേഷണത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയാണ്. അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ CPM-ഉം ഇടതുപക്ഷവും സർക്കാരും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഗൂഢാലോചന നടത്തിയ വ്യക്തിയാണ്. അതിന്റെ ഭാഗമായി അത് പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം നിൽക്കക്കള്ളിയില്ലാതെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണെന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിൽ പോലും അതൊരു ഗൂഢാലോചനയുടെ ഭാഗം എന്ന് സർക്കാർ പറയുകയാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങളൊക്കെ കാണുന്നത്?
അല്ല, ഈ അരുൺകുമാർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസിനോട് ഞങ്ങൾക്ക് എത്രമാത്രം വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പൊതുസമൂഹത്തിന് അറിയാം. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് എത്രമാത്രം വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യം ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ കഴിഞ്ഞ കുറച്ച് മുമ്പായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പരിശോധിക്കണം. കുറച്ച് മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി, സ്വർണം പൂശിയതാണെന്ന് പറയപ്പെടുന്ന ആ വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ ഇരിക്കുന്ന സമയത്ത് ബഹുമാനായ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, നമ്മളൊക്കെ വീടുകളിൽ ഉള്ളൊരു സ്വർണം പണയം വയ്ക്കാനായിട്ട് പോലും നമ്മൾ പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ ബാങ്കിലേക്ക് കൊടുത്തു വിടുന്ന ഒരു സാഹചര്യം പോലും ഇല്ല. അത്രമാത്രം വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം ഭഗവാന്റെ സ്വർണവും ഭഗവാന്റെ സാധന രംഗമ വസ്തുക്കളും എല്ലാം സൂക്ഷിക്കുന്ന ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം, ഭഗവാന്റെ തന്നെ ചെമ്പ് വിഗ്രഹമോ സ്വർണ്ണ വിഗ്രഹമോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു മുൻപരിചയവുമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പോറ്റിയുടെ കയ്യിലേക്ക് എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് 39 ദിവസം ട്രാവൽ ചെയ്യാൻ എന്നുള്ള ഒരു ധാരണയിൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജീവനക്കാരെ പഴി പറയുന്നുണ്ടല്ലോ. ലക്ഷ്മി, എന്റെ ഒറ്റ ചോദ്യമാണ്, അദ്ദേഹമാണ് സ്പോൺസർ. ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത്, ദേവസ്വം ബോർഡിന്റെ കീഴിൽ അല്ല ഞാൻ പറയുന്നത് ലക്ഷ്മി, ഈ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനത്തിനകത്ത് ദേവസ്വം ബോർഡിന്റെ ആ ജീവനക്കാരെ ആരെയെങ്കിലും ഇതിനോടൊപ്പം ആനയിച്ച് ഈ പറയുന്നത് പോലെ ഇതിനെ സേഫ്റ്റി ആയിട്ട് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷന്റെ ഓഫീസിൽ അവിടെ എത്തിക്കാനായിട്ട് ഒരു ശ്രമം ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ജീവനക്കാർ അകമ്പടി സേവിച്ച് ഇതിനോടൊപ്പം പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഈ കാര്യത്തിനകത്ത് മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാനുവൽ അല്ല കാര്യം, തന്ത്രി പറയുന്നതാണ് കാര്യം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. തന്ത്രി പറയുന്നതിനകത്ത് തന്ത്രിയുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ദേവസ്വം ബോർഡ് മാനുവലിനകത്ത് കൃത്യമായി സാധന രംഗമ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനകത്ത് എഴുതപ്പെട്ട ലിഖിതമായ രേഖകളുണ്ട്. ഒരു സംശയം വേണ്ട. ആക്ടും സ്റ്റാറ്റ്യൂട്ടും വളരെ വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഈ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം, മറ്റേ തങ്കാഭരണങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം, മറ്റേതെങ്കിലും ചെമ്പാഭരണങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം, ചെമ്പ് പാത്രങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം, ഇതെല്ലാം കൃത്യമായ രേഖ ദേവസ്വം മാനുവലിനകത്ത് പറയുന്നുണ്ട്. അതിനകത്തൊന്നും തന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായില്ല. പൂജാ സംവിധാനമായ കാര്യങ്ങളിനകത്ത് മാത്രമാണ് തന്ത്രിയുടെ അഭിപ്രായം പറയുന്നത്. തീർച്ചയായും മാനുവൽ ലംഘിക്കണമെന്ന ഒരു തന്ത്രിയും പറയാൻ വഴിയില്ല. ഏതായാലും ഈ സ്വർണ്ണമായിരുന്നോ ചെമ്പായിരുന്നോ ഈ കാര്യങ്ങളെല്ലാം എന്തൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഇതെല്ലാം അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതുണ്ട്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അരുൺകുമാർ ജയസാഖിൽ ചർച്ചയ്ക്ക് എത്തിയതിന്.